തോരാത്തൊരു മഴയല്ലേ എന്നാ ഒഴിവുണ്ടായി പണ്ടൊരാളിയാക്കോ ഇരുന്നമായിരിക്കും ഒരു മഴയാണ് വന്നാലിട്ട് പോവൂല പോയാലിട്ട് വരൂല ആ ജാതിയ മഴ അല്ല അളിയാക്കിയാണെങ്കിലേ പോയിട്ടില്ലെങ്കിലേ തലേദിവസം രാത്രി കിടന്നപ്പോ രണ്ട് പടം പഠിച്ചാലേ ചെയ്താനാണ് നേരം മൂപ്പര് ചോദിക്കണം അതിനും പറ്റുമല്ലോ അതാണ് അല്ല ഇവരിപ്പോ എന്താ ഇട്ടിരിക്കുന്നത് ചൂണ്ടണ്ടായിരിക്ക ചൂണ്ടലൊന്നല്ല എന്തോ ചൂണ്ടാള പരിപാടിയാ പെണ്ണുങ്ങൾ പോണ വഴിയാടേ എന്താ പരിപാടി അല്ല കാക്ക കൊറേ ഐസാലകളെ കണ്ടിട്ട് ഇപ്പൊ ഈ വൈക്കൊന്നും വരവില്ലേ എങ്ങോട്ട് വരാനാ ഇമാതിരി പൊരിഞ്ഞൊരു ജാതി നശിച്ച മഴ എന്നാ ഒഴിവുണ്ടായിക്കണേ ഈ വല്ലാത്ത ജാതി 10 ദിവസം മുന്നേ വെയിലാണ് ചൂടാണ് തല പൊളിയാന്നൊക്കെ പറഞ്ഞ ആചാരം അവിടുന്ന് വൈക്കോക്കന്നേറ്റ് പോന്നിരുന്നത് അജയ ആ കാര്യത്തിൽ ഇവർ രണ്ടാളും മോശമല്ല മയമതാജ് എടുത്ത വൈക്കോക്കന്നേ രണ്ടാളും തലയിൽ വെച്ചിട്ട് തണലാക്കി വന്ന ആൾക്കാരെ ഇവർ രണ്ടാളും എടാ കുട്ടി ആചാര്യക്ക് മുണുങ്ങൊന്നല്ല ആ വൈക്കോക്കന്ന് പോത്തുകൾക്കറ്റ പരാതിയില്ല പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹായ് തവാള നല്ലൊരു തവള അതും പോയി ഇവര് രണ്ടാളും കൂടി ആചാര കാളോട്ടിന്റെ കഥ കേൾക്കാൻ പോണ എന്തിനാന്ന് നമുക്കറിയോ എനിക്കറിയാം അജയ അതൊക്കെ ഇവരെ ആചാരെ പറ്റിച്ചിട്ടേ ഉള്ള ചക്കക്കുരും മാങ്ങി ഓരോ എന്തിന് വൈക്കോല് വരെ ഞാൻ പറയണ്ടേ വൈക്കോല് വരെ അടിച്ചു മാറ്റി പോകുന്ന ആൾക്കാരെ വരെ ഈടെ കുട്ടി 10, 14, 10, 15 വയസ്സ് തുടങ്ങിയതാ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കൈരുത്തര് അപ്പൊ നിങ്ങൾ സ്കൂൾക്ക് മദ്രസക്കൊന്നും പോയിട്ടൊന്നുമില്ലേ ഏടോ അന്നത്തെ കാലത്തെ സ്കൂളിനേക്കാളും വലിയ പള്ളപ്പേക്ക് അറിയണക്ക് വെറുതെ അല്ലെങ്കിൽ ഇപ്പോഴും ഇവര് വിദ്യാഭ്യാസം ഒന്ന് വിളിച്ചാവൻ അന്നല്ലടാ അച്ഛൻ വിളിക്കണേ ചെക്കനെ കൊണ്ട് തോറ്റു അച്ഛൻ വിളിക്കണേ അച്ഛനാ വിളിക്കണു ഈ കുന്തൻ ചവിട്ടില്ല അച്ഛനക്ക് അതിന് എങ്ങനെ കേക്കുക എവിടേക്കായി പോണ ഈ ഓട്ടപാത്രത്തിലോ ഈ ഓട്ടപാത്രം കടിവെള്ളം കൊണ്ടിട്ട് അല്ല കോലായി വല്ലാത്ത ജാതി പരമേട്ടാ നിങ്ങളെ ചെക്ക പാറിയിപ്പിച്ചല്ലേ അതിനെന്താ പരമേട്ട ഓ ഞാൻ തോട്ടിലിറങ്ങിയ മീൻ പിടിച്ചോട്ടെ അതിനല്ല പിന്നെ കൊട്ട വെച്ചുള്ളൂ പോയിട്ട് മറ്റേ പകരം വെള്ളം എടുത്തിട്ട് പോളാ എന്താ പരമേട്ട ചെക്കനോട് ഇങ്ങനെ ചൂടാവണത് ഈ ജാതി ചെയ്യുള്ളൂ പിന്നെ എന്ത് ചെയ്യും ആരാ മഹാഭാവ് പോയി വരട്ടെ നീ നേരം മത്ത് നീച്ച് നോക്കുമ്പോ അനക്കാൻ പറ്റണില്ല കുളിരും പനി മേലും കയ്യൊക്കെ പോടെ മുറിഞ്ഞു പോണ വേദന പെണ്ണുങ്ങൾ കിടപ്പുടങ്ങിയപ്പോ ഒരാഴ്ച കഴിഞ്ഞു ഓൾക്ക് വെച്ചിട്ട് കൊടുന്നൊന്നല്ല പഴയതിൻ്റെ കൊടുത്തിട്ട് കുറച്ച് ഗുളിക ഉണ്ടായിരുന്നു അതൊന്നും 2, 3 ഞാൻ അടുത്ത് കഴിച്ചു അപ്പൊ തുടങ്ങിയതാ ഒരു ക്ഷീണം വരത്തില് 2, 3 ഒന്നും വേണ്ട അതൊക്കെ ജൂണിക്കോ ഒന്നും മതി മാകുണ്ണിയേ ഈ ചെക്കനെ അല്ല എന്താ രണ്ടാളി കോഴി കഞ്ചാവ് അടിച്ചാലും മാറി ഇരിക്കണ് കുറച്ച് മഴ കൊണ്ടോടോ അത് തഞ്ചക്കടായി രണ്ടാൾക്കും 16 വിചാരേ ഇന്നലെ പാടത്തും ചളിയിലും കളിക്കുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിന് അജയ ഇവരോട് ചോദിക്കാനും പറഞ്ഞ ആളില്ല നമ്മളൊക്കെ ഒന്ന് കുറച്ചു നേരം മഴയത്തോ മാച്ചറത്തും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാനും പടിയെടുക്കാനും ആളുണ്ട് ഇവർക്കായില്ലല്ലോ അല്ല നിങ്ങളെ മാക്കുണ്ണിന്റെ അതിലെ നില പാടത്ത് ഓർക്ക് പനി പിടിച്ചോ മാക്കുണ്ണിക്ക് പനി പിടിക്കുമല്ലോ അതങ്ങനെ ഒരു ജന്മ ഈ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മണ്ടേ കയറിയില്ലേ എലിപ്പനി ഡെങ്കിപ്പനി H1N1 അങ്ങനെ എന്തൊക്കെ തരം പനികളറിയോ മഞ്ഞപ്പിത്തം അടക്കപ്പുണ്ട് അതിന് അജയ ഇവർക്ക് പ്രായം കൂടുന്തോറേ കുട്ടികളെ ബുദ്ധിയാ നിങ്ങൾക്ക് ആവണോ ഈ വയസ്സും പ്രായമൊക്കെ അതൊക്കെ പോട്ടെ നിങ്ങൾ രണ്ടാളും ഡോക്ടറെ കണ്ടോ ഇവിടെ എണ്ണ കൊടുന്ന കുറച്ച് കൂടുതലാണ് പെണ്ണുങ്ങൾ കുടിച്ചിട്ടാണ് ഞാനും കുടിച്ചതൊന്നും
ഡോക്ടറെ കാണാനുള്ള പഴയ ഗുളിക കുടിച്ചു കഴിഞ്ഞാലേ പല കേടുകളും വരും അത് നിങ്ങൾക്ക് അറിയില്ല. കുഴപ്പമൊന്നുമില്ല, ഉള്ള കിഡ്നി ലിവറൊക്കെ അടിച്ചു പോകും. നേരത്തെ കാലത്താണ് പോവാ. എന്താ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് വൃത്തിയാക്കാണ്ട കിടക്കുന്നത്? ഈ മരത്തിന്റെ കോല നോക്കുകയാണെങ്കിൽ ആ മരത്തിൻ്റെ ആ പാത്രങ്ങളിൽ വെള്ളം കിട്ടി കിടക്കണം. ഇതിന്നൊക്കെയാണ് ഈ കൊതുക് ഇതും വന്നിട്ട് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതേ. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം വരെ വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ എണ്ണ കൊത്തിയത്, വവ്വാല് കൊത്തിയത്, അതൊന്നും തിന്നരുത്. അതൊന്നൊക്കെ പല രോഗങ്ങളും വരുന്നുണ്ട്. അത് വീണൊരു മാങ്ങ കുത്തിയതാണ് മറ്റൊരു മാങ്ങയാണ്. ആരോടെ നമ്മളിപ്പോ ഇത്രയും നേരം യോജിയത്? ഇച്ചിരി നീച്ചി പോന്നാ.